ശ്രീ എം കെ ഹരിദാസ്, ഇവിടെ സുപ്രീം കോടതിയിൽ ഇവിടെ ഏഞ്ചൽ സാർ ഒറ്റയ്ക്കൊന്നുമല്ല കേട്ടോ. സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിക്കാൻ വേണ്ടി വന്നു. ഒന്ന് അഭിഭാഷകർ ആരൊക്കെയാണെന്നറിയോ? ഒന്ന് കപിൽ സിബൽ, 2 അഭിഷേക് മനു സിംഗ്വി, 3 സിദ്ധാർത്ഥ് ദവെ, അമൽ ലേഖി, കോളിൻ ഗോൺസാൽവസ്, സിദ്ധാർത്ഥ് ലൂത്ര, ആനന്ദ് ഗ്രോവർ. മണിക്കൂർ ലക്ഷങ്ങൾ വരെയുള്ള പവൻമാറ്റ് വക്കീലന്മാരാണ്. പട്ടികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി ഈ പവൻമാറ്റ് വക്കീലന്മാരെ ഇറക്കി വാദിക്കണമെങ്കിൽ ഈ ഗ്രൂപ്പ് ചില്ലറ ഗ്രൂപ്പല്ല. ശ്രീ എം കെ ഹരിദാസ്, ഞങ്ങൾ 10-17 കൊല്ലമായിട്ട് ഞാൻ എന്നെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ബിജു പ്രഭാകർ IAS വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മൈക്കിൻ്റെ മുമ്പിലാണ്, അദ്ദേഹം ഏത് വേദിയിലാണെന്നറിയില്ല, പറഞ്ഞിരിക്കുന്നത് ആഷ്മി, ഈ റാബി വാക്സിൻ എന്ന് പറയുന്ന ഈ വാക്സിനേഷൻ കമ്പനി, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനേഷൻ കമ്പനി ഏറ്റവും കൂടുതൽ പണം ഇറക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതിന് ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ ഉദാഹരണം മാത്രം പോലെ മണിക്കൂറുകൾക്കൊന്നും അല്ല അവർ, അപ്പോൾ ഈ മിനിറ്റുകൾക്ക് പൈസ മേടിക്കുന്ന വക്കീലന്മാരാണ് ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെ. അപ്പോൾ ഇത്തരക്കാർക്ക് പിന്നിൽ നമ്മൾ പറയില്ല ഒരു ലോബി ഇതിൻ്റെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ സംഭവത്തിൻ്റെ കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ആ പങ്കെടുക്കുന്ന മൃഗസ്നേഹിയുടെ വീട്ടിൽ ആരെയും പട്ടി കടിക്കരുത്, ആരെയും ആന കുത്തരുത്, ആരെയും മറ്റേ കാട്ടുപന്നികൾ ഇറങ്ങി ഉപദ്രവിക്കരുത്. പക്ഷേ താങ്കൾ ഹാഷ്മി പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തിൻ്റെ 2 ഭാഗവും കടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹം നമുക്ക് ഇതിന്റെ ഭീകരത എത്ര കുഞ്ഞുങ്ങളായിട്ട് ഓടിക്കുന്നത് ആദ്യമേ അതല്ലേ പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. താങ്കൾക്ക് പട്ടിക്ക് വേണ്ടി വാദിക്കുക. താങ്കൾ 2025 ഏപ്രിൽ മാസം എന്നെ നമ്മൾ തമ്മിൽ നടക്കാൻ പോകുമ്പോൾ കൂടിക്കാഴ്ചയൊക്കെ പതിവാണ്. അപ്പോൾ എന്നെ ഒരു 10 ദിവസം കണ്ടില്ല. 2025 ഏപ്രിൽ 13 തൊട്ടിട്ട് 13 വരെ കണ്ടില്ല. പിന്നെ കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് കാണാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വലത് ഭാഗം താങ്കൾക്ക് കാണിച്ചു തരാവുന്ന ഭാഗം കാണിച്ചു തന്നു. ശരീരത്തിലെ തോല് പോയ ഭാഗം. സൈക്കിൾ സവാരിയായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടിലൊരു പട്ടി എന്നെ നോക്കി നിൽക്കാറുണ്ട്, അത് ഒന്നേ ഉപദ്രവിക്കാറൊന്നുമില്ല. പക്ഷേ ഈ സംഭവം നടക്കുന്ന ഏപ്രിൽ 13-ാം തീയതി, ഈ 2025 ഏപ്രിൽ 13-ാം തീയതി ആ പട്ടിയുടെ കൂടെ മറ്റ് 2 പട്ടികളും കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സാധാരണത്തെ പോലെ കടന്നു പോകുന്നു, തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ 3 പട്ടികളും കൂടി എൻ്റെ സൈക്കിളിനെ പിന്തുടരുകയാണ്. എൻ്റെ നിയന്ത്രണം വിട്ടു, ഞാനൊരു മതിലിൽ പോയി ഇടിച്ച് താഴെ വീണു. എനിക്ക് മുൻപിൽ വന്നിരുന്ന വാഹനം നിർത്താതെ ഹോർൺ അടിച്ചതിൻ്റെ പേരിൽ ആ 3 പട്ടികൾ എന്നെ കടിച്ചില്ല. പക്ഷേ എനിക്ക് പറ്റിയ പരിക്ക് ഏകദേശം 12 ദിവസം എന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ വലതു ഭാഗത്തെ തൊലി മുഴുവൻ പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഇത്തരത്തിൽ പട്ടി കുറുകച്ചാടുകയോ പട്ടി ഇത്തരത്തിൽ ഓടിച്ചിട്ട് അപകടം സംഭവിക്കുകയോ ചെയ്യുന്നവർക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിയമമുണ്ട് എന്ന് പറയുന്നു. അതിനുവേണ്ടി ഒരു സിരിഗജൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പരമാര റോട്ടിലുണ്ടായിരുന്നു. അവിടുത്തെ ദയനീയ സ്ഥിതി, അവിടേക്ക് ഒരു വിവരം ചോദിക്കാൻ ചെന്നപ്പോൾ ഒരു വെള്ളക്കടലാസ് ഞാൻ അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ എൻ്റെ പേനയിലത്തെ മഷി തീർന്നിട്ട് അതിൻ്റെ ട്യൂബ് മേടിക്കാൻ എനിക്ക് പൈസ തരുന്നില്ല. എനിക്കും എൻ്റെ സാറിന് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. നമ്മുടെ സർക്കാർ സംവിധാനം തെരുവ് പട്ടികളിൽ നിന്ന് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ കാര്യമാണ്. ആ കമ്മിറ്റി ശുപാർശ ചെയ്താൽ മാത്രമേ സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം ബിനീഷ് ലാൽ ഒരു പാവം പിടിച്ച മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ രാവിലെ പോയി ജോലിക്ക് പോയി കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റുന്ന, അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കുന്ന, വീട് നോക്കുന്ന ഒരു പാവം സാധാരണക്കാരനായ മനുഷ്യനാണ്. 2 വർഷം ഓർമ്മയില്ലാതെ നടന്നു റോഡിൽ കൂടെ. എന്താ കാരണം? ഒരു പട്ടി. എന്താ 5-ന്റെ പൈസ കൊടുത്തിട്ടില്ല ഇതുവരെ ആരും. 5-ന്റെ പൈസ. കോടതി അലക്ഷ്യമായിട്ട് എന്നെ നാളെ ശിക്ഷിച്ചാലും വേണ്ടില്ല. എന്താണ് ഈ കോടതി ഈ കാര്യത്തിൽ ഈ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. മാനവരാശിയുടെ, ഞാനും ഒരു പട്ടി സ്നേഹിയാണ് എൻ്റെ ഹാഷ്മി. ദിവസം 2-3 തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാരണം ഇവ അക്രമാസക്തമാകുന്നത് വിശപ്പിൻ്റെ വിളി കൊണ്ടാണ്. അപ്പം ഞാനും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ മാനവരാശിയുടെ നിലനിൽപ്പിന് ഈ പട്ടികൾ, ഈ തെരുവ് പട്ടികൾ ദോഷമാണെങ്കിൽ അവയെ കൊന്നൊടുക്കണം. കോടതി നിലം തൊടാത്ത വിധത്തിൽ അങ്ങനെ ഇങ്ങനെയും പറഞ്ഞിട്ട് ഷെൽട്ടറുകൾ ഉണ്ടാക്കുക. ഇവിടെ നീല ടാർപ്പായ കെട്ടിയിട്ട് ലക്ഷക്കണക്കിന് പേര് ജീവിക്കാൻ പാകമില്ലാതെ ഇവിടുത്തെ മനുഷ്യർ ഈ കൊടും മഴയത്ത് നീല ടാർപ്പാളുടെ കീഴിൽ അന്തി ഉറങ്ങുന്ന ഒരു നാട്ടിലെ ഇവിടുത്തെ കേരളത്തിലെ ഏകദേശം 10 ലക്ഷം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 2 ലക്ഷം പട്ടികളേ ഉള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ 10 ലക്ഷം തെരുവ് പട്ടികളെങ്കിലും ഉണ്ട് എന്നുള്ള വസ്തുത. കാരണം ഞാൻ ജീവിക്കുന്ന എൻ്റെ വീടിൻ്റെ സമീപത്ത് ഏകദേശം 25 പട്ടികളെ ഞാൻ എണ്ണി കാണിച്ചു തരാം. ആ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഏകദേശം 10 ലക്ഷം തെരുവ് പട്ടികളുണ്ട്. ഈ 10 ലക്ഷം പട്ടികളെ
ഈ ഷെൽട്ടറുകളിലേക്ക് മാറ്റി അവയ്ക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ഈ കോടതിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട് എനിക്ക് എത്ര പറയില്ല മാത്രം താങ്കൾ പറഞ്ഞതല്ലേ എവിടെയാണ് പട്ടിയില്ലാത്തത് ഏത് വീടിന് മുന്നിലാണ് പട്ടിയില്ലാത്തത്, ഏത് റോഡിലാണ് പട്ടിയില്ലാത്തത്? പട്ടിയെ പേടിക്കാതെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന എത്ര അമ്മമാരും എത്ര അച്ഛന്മാരും ഈ നാട്ടിലുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് AC കാറിൽ കയറി നേരെ AC റൂമിലോട്ട് പോയി ആ AC റൂമിൽ നേരെ ഇറങ്ങി കാറിൽ കയറി നേരെ AC വീട്ടിലോട്ട് വരുന്നവർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ ബിനീഷ് ലാലിനെ പോലെ പോയി എന്താ പണിയെടുക്കുന്ന ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പട്ടി ഓടിച്ചിട്ട് അടിക്കുമ്പോഴേക്കും ഈ പറയുന്ന ആ ദന്തഗോപുരവാസികൾക്ക് പൊള്ളില്ല, സാധാരണക്കാർക്കേ പൊള്ളൂ. ഞാൻ